നമസ്കാരം, ഞാനിന്നൊരു സോയാ ചങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് സോയാ ചങ്ക് എടുത്തിട്ടുണ്ട്. ഇത് 10 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട ശേഷം നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ പത നല്ലവണ്ണം പിഴിഞ്ഞ് കളയണം. ഒരു 5-8 പ്രാവശ്യമെങ്കിലും കഴുകിയാലേ അതിൻ്റെ മണമൊക്കെ മാറുകയുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു സവോള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ സോയാ ചങ്ക് കുക്കറിലിട്ട് നല്ലവണ്ണം വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ കുക്കറിലേക്ക് സോയാ ചങ്ക് ഇടുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, ഒരു 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് നല്ലവണ്ണം വേവിച്ചെടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ പെരുംജീരകം ചേർക്കുന്നുണ്ട്. ഇത് നല്ലവണ്ണം നമുക്ക് അരച്ചെടുക്കണം. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവോള ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല എല്ലാം ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലവണ്ണം പൊടികളെല്ലാം മൂപ്പിച്ചെടുക്കണം. ഇനി നമ്മുടെ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഇനി നല്ലവണ്ണം വെന്തുടയണം. ഇപ്പോൾ നമ്മുടെ കുക്കറിൽ വെച്ചിരുന്ന സോയാ ചങ്ക് എല്ലാം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളി സവോളയെല്ലാം നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സോയാ ചങ്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി നല്ലവണ്ണം ഡ്രൈ ആക്കി എടുക്കണം. മസാലയെല്ലാം നല്ലവണ്ണം അതിൽ പിടിച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലവണ്ണം ഡ്രൈ ആക്കി എടുക്കണം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇടയ്ക്ക് നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ സോയാ ചങ്ക് ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.